അവർക്ക് കൃത്രിമ കൈ നൽകിയിട്ടുണ്ടായിരുന്നു. അവർക്ക് കേൾവി കുറവുണ്ടെങ്കിൽ അവർക്ക് നമ്മൾ കേൾവി സഹായ ഉപകരണങ്ങൾ നൽകിയിട്ടുണ്ടായിരുന്നു. കണ്ടു കാണാത്ത കുട്ടികൾക്ക് നമ്മൾ ബ്രെയിൻലി കമ്പ്യൂട്ടറും ബ്രെയിൻലി ലാപ്ടോപ്പും ബ്രെയിൻലി മൊബൈലും നൽകിയ ഗ്രാമപഞ്ചായത്താണ് തിരുവേഗപ്പുറ ഗ്രാമപഞ്ചായത്ത്. അതുപോലെ തന്നെ ഇലക്ട്രോണിക് വീൽ ചെയർ വേണമെന്ന് ചില ആളുകൾ ആവശ്യപ്പെട്ടു. ആ മോനെ ഇങ്ങോട്ട് അകത്തേക്ക് വിളിച്ചോട്ടെ, മോനോട് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ചു. അച്ഛൻ അതിന് മറുപടി ഒന്നും പറഞ്ഞില്ല, കാരണം അച്ഛൻ അതൊന്നും കേട്ടിട്ടില്ല. അതുകൊണ്ട് മറുപടിക്ക് കാത്തിരിക്കാതെ നഴ്സ് പുറത്തേക്ക് ഓടി ചെന്നിട്ട് ആ മോനെ അകത്തേക്ക് വിളിച്ചു. ഓടി വരുമെന്ന് പറഞ്ഞു. അയാൾ ഓടി വന്നു. അപ്പൊ നഴ്സ് പറഞ്ഞു, അച്ഛന്റെ കൂടെ തന്നെ നിന്നോളൂ കേട്ടോ, അച്ഛൻ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അതൊക്കെ ശ്രദ്ധിച്ചു കേട്ടോളൂ, അച്ഛന് തീരെ വയ്യ. അപ്പൊ മകൻ അച്ഛന്റെ കൂടെ തന്നെ ഇങ്ങനെ നിന്നു. അച്ഛനെ ഇങ്ങനെ തൊട്ട് തലോടി ആശ്വസിപ്പിച്ച് അച്ഛന്റെ കൂടെ തന്നെ ഇങ്ങനെ നിൽക്കുന്നതിനിടയിൽ ഒരു പെടച്ചിൽ, അച്ഛൻ മരിച്ചു. അപ്പൊ ഡോക്ടർമാരും നഴ്സുമാരെല്ലാവരും ഓടി വന്നു അച്ഛന്റെ ചുറ്റും നിന്ന് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യുന്നതിനിടയിൽ ഈ മകനില്ലേ, മകൻ സങ്കടത്തോടെ ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങി പോകുമ്പോ നഴ്സിനോടൊരു ചോദ്യം ചോദിച്ചു. ആ ചോദ്യം കേട്ട് നഴ്സ് ആകെ അമ്പരന്നു പോയി. ഇതാരാണ്? അപ്പൊ നിങ്ങളുടെ അച്ഛനല്ലേ? അല്ല, എന്റെ അച്ഛനല്ല, എന്റെ അച്ഛൻ അപ്പുറത്തെ വാർഡിലാണ് ഉള്ളത്. പിന്നെ ഞാൻ വിളിച്ചപ്പോ നിങ്ങൾ എന്തിനാണ് ഓടി വന്നത്? പിന്നെ ഞാൻ വിളിച്ചപ്പോ നിങ്ങൾ എന്തിനാണ് ഓടി വന്നത്? അതിന് അയാൾ മറുപടി പറഞ്ഞത് ഇങ്ങനെയായിരുന്നു, എന്നെ കൊണ്ട് എന്തോ ഒരു ആവശ്യമുണ്ട് എന്ന് എനിക്ക് തോന്നി, അതുകൊണ്ട് ഓടി വന്നതാണ്. എന്നെ കൊണ്ട് എന്തോ ഒരാവശ്യമുണ്ട് എന്ന് എനിക്ക് തോന്നി, അതുകൊണ്ട് ഓടി വന്നതാണ്. നമ്മളെക്കാൾ ദുർബലരായ മനുഷ്യർക്ക് നമ്മളെ കൊണ്ട് എന്തോ ഒരാവശ്യമുണ്ട് എന്ന് കേട്ടറിഞ്ഞ് ഓടിക്കൂടിയ തിരുവേഗപ്പുറയിലെ മനുഷ്യർക്ക് എന്റെ അഭിവാദ്യങ്ങൾ. പഞ്ചായത്ത് പ്രസിഡന്റ് പ്രിയപ്പെട്ട സുഹൃത്ത് അസീസ് സാഹിബും അദ്ദേഹത്തിന്റെ കൂടെയുള്ളവരും നിങ്ങളും ചെയ്യുന്നത് എന്താണെന്നറിയോ? അതിന് ലളിതമായി പറയാവുന്ന ഒരു ചെറിയ വാക്കുണ്ട്. മദർ തെരേസയെ കുറിച്ച് എഴുതിയിട്ടുള്ള ഒരു പുസ്തകമുണ്ട്. മദർ തെരേസയെ അറിയാത്ത ആളുകൾ കുറവായിരിക്കും. സത്യത്തിൽ മദർ തെരേസ ഇന്ത്യക്കാരിയല്ല, അതാണ് അതിൽ അത്ഭുതം. അവര് വേറൊരു രാജ്യത്ത് ജനിച്ചു വളർന്ന ആളാണ്, പക്ഷെ ജീവിച്ചത് ഇന്ത്യയിലാണ്, കൽക്കത്തയിലാണ്. ശരിക്കും അവരുടെ നാട് അൽബേനിയ എന്ന പേരുള്ളൊരു നാടാണ്, അൽബേനിയക്കാരിയാണ്.